ചമ്പ ഡാർലിംഗ്, ചമ്പ ഡാർലിംഗ്, ചമ്പ ഡാർലിംഗ്, ഒന്ന് ചായ എടുത്തിട്ട് വന്നേ. ഇന്നാ ഇതിപ്പോ 5ാമത്തെ ചായ. തന്നത് 2 എന്നിട്ട് 5 എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് വല്ല ഗവൺമെന്റ് ജോലി ആയിരിക്കുമെന്നാ. അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് പൊയ്ക്കോളുമല്ലോ. ഈ വീട്ടിലെ റാണി ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചെ. ഇപ്പഴാ അറിയുന്നേ ഇവിടത്തെ വേലക്കാരിയാണെന്ന്. ചമ്പ, എന്റെ ചമ്പ, എന്താ പറ. ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഓ, വെറുതെ നുണ പറയല്ലേ. സത്യമായിട്ടും. എന്നാലേ 5 സാരിയും ഒരു സ്വർണ്ണ നെക്ലസും വാങ്ങിത്തരോ? അത്രയല്ലേ ഉള്ളു കാര്യം. അടുത്ത മാസം ശമ്പളം കിട്ടും. മൊത്തം 5 സാരിയും പിന്നെ ഒരു സ്വർണ്ണ നെക്ലേസും വാങ്ങിത്തരാം കേട്ടോ. സത്യമായിട്ടും? സത്യം. അല്ല ചോട്ടു, നീയാണോ? വാ, അകത്തേക്ക് വാ, കേറി വാ. നമസ്കാരം ചേച്ചി. നമസ്കാരം ചോട്ടു. ചേട്ടാ നമസ്കാരം ഉണ്ടേ. ഓ, നമസ്കാരം നമസ്കാരം. എന്താടാ കാര്യം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അല്ല, ഞാന് വീടിന്റെ വാടക മേടിക്കൊണ്ട് വന്നാ. ഇതെന്ത് സ്വഭാവമാടാ നിന്റെ? നിനക്ക് തോന്നുമ്പോഴേക്ക് നിനക്ക് വാടക കിട്ടണം അല്ലേ? വാടക മേടിക്കാൻ വരണ്ടേ? പിന്നെ ഇപ്പൊ തന്നെ 3 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്. അത് വാങ്ങാനല്ലേ ഞാൻ വരുന്നേ. അതങ്ങ് കൊടുത്തേക്കുന്നേ. എടി, കാശ് എവിടെയാടി ഉള്ളത്? അടുത്ത മാസം ശമ്പളം കിട്ടട്ടെ, കൊടുക്കാം. ദേ നോക്ക്. അല്ല, നിങ്ങൾ എന്തിനാ അങ്ങനെ നുണ പറയുന്നേ ചേട്ടാ? നീ എന്തായി പറഞ്ഞു വരുന്നേ? ചേച്ചി ഇവിടെ വന്ന് ഇരിക്കുന്നേ. അല്ല ചേട്ടാ, എന്തിനാ അങ്ങനെ നുണ പറയുന്നേ? ചേട്ടനിൽ നിറയെ പൈസ ഉണ്ടല്ലോ, എനിക്കറിയാം. നീ എന്താടാ ഈ പറഞ്ഞു വരുന്നേ? ചേച്ചി ഒരു കാര്യം അറിയോ? നേരത്തെ ചേട്ടനില്ലേ ഒരു സ്ഥലത്തൂടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു, അതും ഒരു പെണ്ണിന്റെ കൂടെ. അത് മാത്രമല്ല, ഈ ചേട്ടൻ ആ പെണ്ണിന് സ്വർണം കൊണ്ടൊരു നെക്ലേസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ നാക്ക് പറഞ്ഞു പോടാ. നീ ഇങ്ങനൊന്നും പറയല്ലേ. എടി ചമ്പ, കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ഇവന് 3 മാസം വാടക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവൻ കള്ളം പറയാ. കള്ളം പറയുന്ന ചോട്ടുമല്ല, നിങ്ങളാണ്. പെണ്ണുങ്ങളെ കൂടെ കറങ്ങി നടക്കുന്നു, സ്വർണ്ണ നെക്ലസ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നല്ലേ. ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പൈസ ഇല്ല. എടി, ഒരു പെണ്ണുമില്ല, ഒരു നെക്ലേസും ഇല്ല. നിനക്ക് നാണമില്ലടാ. ഇനി എന്തിനാടാ ഇവിടെ ഇരിക്കുന്നേ? എന്നിട്ട് വീട്ടിൽ പോവാൻ നോക്കടാ. ഞാൻ പോയിക്കോളാം ചേട്ടാ. ആരാ പെണ്ണ്? എടി, ഒരു പെണ്ണും ഇല്ല. നുണ പറയരുത്. ആദ്യം നീ ഒന്ന് മെല്ലെ സംസാരിക്കേ. നീ ഇങ്ങനെ നിലവിളിക്കുമ്പോ എന്റെ കാത് പൊട്ടിപ്പോകുന്നു. ഓ, അങ്ങനെയാണല്ലേ. എന്റെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടായല്ലേ? ചേച്ചി ചേച്ചി ചേച്ചി, ഈ തക്കാളി ഇല്ലേ, തക്കാളി. തക്കാളിയുമില്ല, ഒരു പുല്ലുമില്ല. നീ ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോടാ. ഭക്ഷണം ഉണ്ടാക്കുന്ന നിങ്ങളോ അതോ ഞാനോ? എന്റെ അമ്മേ, നീ തന്നെയാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ തക്കാളി ഇല്ലെന്ന് ഇവനോട് പറഞ്ഞേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ വീട്ടില് ഇവൻ നിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തോണ്ടാ. എപ്പോ അവന് തോന്നുന്നോ അപ്പോഴൊക്കെ അവൻ കേറി വന്നോളൂ, ഒരു നാണവും ഇല്ലാതെ. ഇങ്ങോട്ട് നോക്കിയേട്ടാ, ചേട്ടന്റെ സംസാരം തീരെ ശരിയല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഈ വീടില്ലേ അത് എൻ്റെ. എനിക്ക് എപ്പോ തോന്നുന്നോ അപ്പൊ ഞാനിവിടെ വരും. നിങ്ങക്ക് മനസ്സിലായോ? വീട് നിങ്ങൾ തന്നെയാ, പക്ഷെ ഇപ്പോ ഈ വീടിന്റെ വാടക കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളല്ലേ. എപ്പോ തന്നാ പറയുന്നത്? 3 മാസത്തെ വാടക കൊടുത്താ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. ആ ശരി, ഇപ്പൊ തന്നെ ഞാൻ തന്നേക്കാം. നോക്കിക്കോ, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നീ ഇപ്പൊ പോയേ, പോ ഇറങ്ങിപ്പോടാ. ശരി, ഞാനിപ്പോ പോവാ. അതെ ചേച്ചി, ചേട്ടനെ വെറുതെ വിടണ്ട കേട്ടോ. സ്വർണത്തിന് നെക്ലസ് കൊടുത്തിരിക്കുന്ന എങ്ങനെ? പാവി, ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്കടാ. ആ ശരി ശരി, ഞാൻ പോട്ടെ ചേച്ചി. ആ ശരി. ചമ്പ, എന്റെ പുന്നാര ചമ്പ, എന്നെ തൊടരുത്. അവിടെ ഇരുന്ന് സംസാരിച്ചാ മതി. എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഇപ്പൊ പൈസ നിങ്ങക്ക് എവിടെ നിന്ന് വന്നു? നിക്കടി. നീ എന്താടി പറഞ്ഞത്? എനിക്ക് കാശില്ലെന്നോ? എനിക്ക് കാശ് ഉണ്ടടി, ഇപ്പൊ എന്റെ കയ്യിലുണ്ടടി. പക്ഷെ നിനക്ക് മാത്രം തരില്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോ. ചേച്ചി, ഞാൻ പഞ്ചസാര മേടിക്കാൻ വന്നതാ.
ഉം? ഡാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. വാലന്റൈൻസ് ഡേക്ക് എന്റെ പെണ്ണിന് എന്ത് ഗിഫ്റ്റാടാ കൊടുക്ക? എടാ നീ പറഞ്ഞ കറക്റ്റാ. ഞാനും അതിനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ. ഞാൻ എന്റെ ഗേൾഫ്രണ്ട് എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? അതേന്നേ, എനിക്കും അതേ പ്രശ്നം തന്നെ ഉള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ ഗേൾഫ്രണ്ടിന് എന്ത് ഗിഫ്റ്റാ കൊടുക്കേണ്ടതെന്ന്. ചേട്ടാ, എനിക്കും എന്താ ചെയ്യണമെന്ന് അറിയില്ല. എന്റെ ബോയ് ഫ്രണ്ടിന് ഞാൻ എന്ത് ഗിഫ്റ്റാ കൊടുക്ക? ദേ, ഒരു മിനിറ്റ്. പക്ഷെ ചേട്ടാ, എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലേ? അവളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ചേട്ടാ ഒന്ന് പറയുന്നേ, ആരാത്? അവള് ദേവതകളുടെ റാണിയാ. അവളാ എന്റെ മനസ്സ് നിറയെ. അവൾ എപ്പോഴൊക്കെ എന്റെ മുന്നിൽ വന്നിട്ടുണ്ടോ ആ സമയം മുഴുവൻ എനിക്ക് ഭയങ്കര സന്തോഷം. മനസ്സിലായോ നിനക്ക്? അവൾക്ക് എന്തൊരു സ്ട്രക്ചറാണെന്നറിയോ? അവള് കുണുങ്ങി നടക്കുന്നതൊന്ന് കാണേണ്ടത് തന്നെയാ. നമ്മുടെ കത്രീന കൈഫില്ലേ, അതുപോലെയാ. അവളുടെ തലമുടിയാണെങ്കിൽ അങ്ങനെ കാവ്യമാധവൻ തന്നെ. അവളുടെ ചുണ്ടില്ലേ, കാതൽ സന്ധ്യയുടേത് പോലെയാ. എന്തൊരു ഫിഗറാന്നറിയോ? അല്ല, അങ്ങനല്ല, ഫിഗറല്ല. ചേട്ടാ, ഫിഗർ തന്നെ പറയാട്ടാ. ഫിഗർ തന്നെ പറഞ്ഞാ മതി. എടാ നീ ഒന്ന് പറയട്ടാ. ഇങ്ങോട്ട് വന്നേ. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ. അത് പേഴ്സണലായിട്ട് തന്നെ ഇരുന്നോട്ടെ. ചേട്ടാ, ബാക്കി പറ. ബാക്കി ഞാൻ എന്തു പറയാനാ? ശരി ചേട്ടാ, ഒരു കാര്യം പറ. ചേട്ടത്തിയമ്മ എവിടെയാ കണ്ടത്? നേരത്തെ കണ്ടോളൂ. നിന്റെ അടുത്ത് എപ്പോഴാ അവൾക്ക് പ്രേമം തോന്നിയത്? അത് നേരത്തെ തന്നെയാ. ചേട്ടാ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ. അതെങ്ങനെയാ നടന്നെന്ന് വെച്ചാ, അവള് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോണിൽ സെൽഫി എടുത്തോണ്ട്. അപ്പൊ ഞാൻ അതോടെ വരുന്നുണ്ടായിരുന്നു. അവളും ഫോണിൽ ബിസി ആയിരുന്നു, ഞാനും ഫോണിൽ ബിസി ആയിരുന്നു. ഐ ആം സോ സോറി. ഞാൻ ഫോണിൽ കുറച്ച് ബിസി ആയിരുന്നു. അത് കുഴപ്പമില്ല, ഞാനും കുറച്ച് ബിസി ആയിരുന്നു, അതാ. ഓക്കെ. നിങ്ങൾ ചേട്ടത്തിമ്മയുടെ പേര് ചോദിച്ചില്ലേ? വാലന്റൈൻസ് ഡേക്ക് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ. ചേട്ടാ, ചേട്ടത്തിമ്മയുടെ അഡ്രസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നേരത്തെ അവൾ എന്റെ കോളേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടേ. അപ്പൊ എന്റെ കോളേജിലാ പഠിക്കുന്നതെന്ന് തോന്നുന്നു. ആ, ചേട്ടനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ പോട്ടറാ. എനിക്കിപ്പോ പോണം. നിങ്ങളുടെ ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാ. എനിക്ക് സമയമില്ല. ഞാൻ വന്നിട്ട് നിങ്ങളെ കാണാം. ഓക്കെ? എടാ, ആ, ചേട്ടാ, എടാ, ചേട്ടാ, ഒന്ന് ഒന്ന് നിക്കടാ, പറഞ്ഞിട്ട് ചേട്ടാ, പോന്നേ. എടാ, ഒന്ന് നിക്കടാ ചേട്ടാ, അവിടെ. ഞങ്ങൾ എന്ത് ഗിഫ്റ്റാ വാങ്ങിക്കൊടുക്കണ്ടേ? ഒന്ന് കാണിക്കണേ. പറഞ്ഞിട്ട് പോടാ. എടാ, നീ പറഞ്ഞ ചേച്ചി എപ്പോഴാ വരുന്നേ? ചേട്ടാ, വെയിറ്റ് ചെയ്ത് പൂവാകെ വാടിപ്പോയല്ലോ. നീ വെയിറ്റ് ചെയ്യടാ. ക്ഷമ എല്ലാത്തിനും നല്ലതല്ലേ? അവിടെ നോക്കടാ, നിങ്ങളുടെ ചേച്ചി വരുന്നുണ്ടോ? ആഹാ, കൊള്ളാലോടാ. എന്ത് ഭംഗിയുണ്ട്. എന്നെ വെച്ച് നോക്കുമ്പോ അതൊക്കെ പൊന്നാടാ. ഇവളെ എന്നെക്കാളും ഓട്ടാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് വന്നേ. ഉം. ഒന്ന് വായടച്ചിരിക്കടാ. നിങ്ങളുടെ ഭാവി ഏടത്തിയമ്മയാ. ഹായ്, ഹായ്. ഹൗ ആർ യു? ഞാൻ സുഖമായിരിക്കുന്നു. യു ആർ ലുക്കിംഗ് അമേസിംഗ്. താങ്ക് യു. എങ്ങോട്ടാ പോകുന്നത്? കോളേജിൽ. നല്ല കുട്ടിയായിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കേ, എന്നിട്ട് സമയത്ത് വീട്ടിൽ പോ നോക്കൂ. എടാ, ഇത് അവൻ തന്നെയല്ലേ? അപ്പൊ ഇതിപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആയില്ലേ? അപ്പൊ നീയോ? നിന്റെ ഗേൾഫ്രണ്ട് നേരത്തെ എൻഗേജ്ഡ് ആയെന്നാ തോന്നുന്നേ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരെങ്ങനെ മീറ്റ് ചെയ്തേ? അയ്യോ, ദേ. അയ്യോ, അവനിങ്ങോട്ട് വരട്ടെ. അവനൊന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചേട്ടാ, നിനക്ക് സുഖല്ലേ? എടാ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എടാ നിന്നടല്ലോ. സ്റ്റോപ്പ്. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വെറുതെ അടിക്കുന്നത്? നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നേ? എടാ നീ എനിക്കിട്ട് തന്നെ പണി തന്നല്ലേ?
പിന്നെ എങ്ങനെ നീ ദേഷ്യം വരില്ലെന്ന് എന്നോട് പറയുന്നേ? എടാ അവന്റെ കൂടെ ഫ്രണ്ടായിട്ട് നിന്നിട്ട് അവന്റെ പെണ്ണിനെ നീ പ്രേമിക്കുന്നോടാ. ചതിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചേട്ടന്റെ ഫ്യൂച്ചർ വൈഫിനെ നീ പ്രേമിക്കുമല്ലേടാ? ഞാൻ പ്രേമിച്ചെന്നോ? നീ ഇപ്പൊ പറടാ, നുണ ഏതാ സത്യതാണെന്ന്? ഇപ്പൊ ഇവിടെ എന്താടാ സംഭവിച്ചത്? അതെന്താന്ന് വെച്ചാ നീ ഇപ്പൊ ഒരു പെണ്ണിനോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ? ആ പെണ്ണിന് നിനക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് ആദ്യം നീ അത് പറ. ആ അതെന്റെ അനിയത്തിയാടാ, അതെന്റെ ലവറൊന്നും അല്ല. എന്ത്? അതെ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, നല്ല നല്ല കമന്റ്സും അയക്കണം. അത് മാത്രമല്ല മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Subscribe ചെയ്തേക്ക്. പിന്നെ ആ ബെൽ ബട്ടണും മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. ആ